എന്താ ഇപ്പൊ ഇത്, പാമ്പോ? അന്ന് ഞാൻ എവിടേക്ക് ഇപ്പൊ തെരഞ്ഞു, ആ ചായപ്പീടിയിൽ തെരഞ്ഞു, ആ റോട്ടിൽ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ തെരഞ്ഞു, എവിടെ എന്നെ കാണുന്നില്ല. എന്താ സ്മൈലെ കാര്യം? പന്തം കണ്ട പെരിച്ചതിന്റെ മാതിരി ഓടി വന്നു. എന്താ പ്രശ്നം പറയ്. നമ്മുടെ സി ഗ്രൂപ്പിലെ സാദിക്ക് വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചിരിക്കണ്? നമ്മളെ ജി ഗ്രൂപ്പ് ഓന് കൊടുക്കുമെന്ന് ചോദിക്കാൻ. ഓന്റെ ജി ഗ്രൂപ്പിലെ 1-2 പാട്ടുകള് ഓനക്ക് വല്ലാതെ പറ്റിക്കുന്നു. ഓനില് സലാം പറച്ചില് മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. ഇസ്മയിലേ, ഇത് സാദിക്കിനോട് പറയും, ലക്ഷങ്ങൾ തന്നു കഴിഞ്ഞാലും നമ്മളെ സ്കൂൾ ഗ്രൂപ്പ് കൊടുക്കാൻ ഞാൻ അയക്കൂല. ഇത് കണ്ടോ, ഈ കിടക്കണ 1 ഏക്കർ സ്ഥലം, അതിൻ്റെ വയ്യർപ്പ. അത് വിറ്റാലും വേണ്ടില്ല, ആ ഗ്രൂപ്പ് ഞാൻ കൊടുക്കാൻ അയക്കൂല. ഓൻ കുറെ പൈസ ഒക്കെ തരും. പൈസന്റെ പ്രശ്നമല്ല, ഒരു മനസ്സമാധാനം കിട്ടുന്നത് നമ്മളാ ഗ്രൂപ്പ് തുറന്നു നോക്കുമ്പോൾ നമ്മളാ നസീറാൻ്റെ, ആ കുലുസൂന്തി, ആ നാസറിൻ്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോഴേ മനസ്സിനൊരു സമാധാനം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിക്കണ 2 മാസത്തെ ലീവിനാ. ഇപ്പം നമ്മളെ ഗ്രൂപ്പ് ഞാൻ തുറക്കണമെന്നല്ല, തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ കേട്ട് കഴിഞ്ഞാലേ നമ്മളെ വല്ല തമാശയൊക്കെ കേൾക്കുമ്പോൾ ഇല്ലതും കൂടി തെറ്റൂലേ. അപ്പൊ അതുകൊണ്ടേ അടുത്ത മാസം ഞാൻ ലീവ് കഴിഞ്ഞ് പോവുക. എനിക്ക് ഗൾഫിലില്ല ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ ഗ്രൂപ്പുണ്ട്, സ്കൂൾ ഗ്രൂപ്പിന് തുറന്നാൽ ഓലാ പാട്ട് എൻ്റെ ഇവിടെയാണ്. എനിക്കും എൻ്റെ ഇവിടെ തന്നെയാണ് ആ പാട്ട്. ആകെ ഒരു സമാധാനം ആ പണ്ടത്തെ ആൾക്കാരിങ്ങനെ കാണുക, ഓലെ പാട്ടുകള്. അപ്പൊ അതുകൊണ്ട് സ്മൈലേ, സാദിക്കിന്റെ അടുത്ത് ചിലപ്പോ കോടികളൊക്കെ ഉണ്ടാവും. നമ്മളെ സ്കൂൾ ഗ്രൂപ്പേ കൊടുക്കണില്ല എന്ന് പറഞ്ഞോളാം. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഞാനത് മേടിക്കാനുണ്ട് കേട്ടോ. ഓനോട് രാത്രി വിളിക്കുമ്പോ പറഞ്ഞോളാം. അത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി വിളിക്കുവല്ലേ? ആ വിളിക്കുമ്പോ എന്നാ ശരി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുറച്ച് പണി. ഈ സ്കൂൾ ഗ്രൂപ്പിലെ പണ്ടത്തെ പ്രേമൊക്കെ കുത്തിപ്പൊന്തിക്കാൻ നിന്ന എല്ലാ ഗ്രൂപ്പും പൊട്ടും. ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വില നൽകുക, സൗഹൃദം കാത്തു സൂക്ഷിക്കുക.